ഹലോ, ഇന്ന് ഞാനൊരു ദോശയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് പൊടി ദോശ എന്നാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് ഞാനൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ദോശമാവാണ്. ദോശമാവ് നമുക്ക് ചട്ടിയിലോട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മീതെ നമുക്ക് ഒഴിക്കേണ്ടത് നെയ്യാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല കേട്ടോ, ചെറിയ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നമ്മൾ ദോശപ്പൊടിയില്ലേ, നമ്മളെ ചട്ടിനിപ്പൊടി, അതാണ് അവർ ആ ഹോട്ടലിൽ ഇങ്ങനെ മീതെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് മറിച്ചിട്ടതിന് ശേഷം അതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ച് നല്ല രീതിയിൽ, പക്ഷേ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്തതിന് ശേഷം കഴിക്കാൻ കൊള്ളത്തില്ല എന്നല്ല, കൊള്ളാം, പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഗ്രീൻ ചമ്മന്തിയാണ്. അതിന് വേണ്ടത് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് നമുക്ക് മല്ലിയില വേണം. പിന്നെ ഒരു അര സ്പൂണ് തൈര് വേണം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് വെള്ളം. ഇതൊഴിച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം അടിപൊളി ഗ്രീൻ ചമ്മന്തിയും നമ്മുടെ പൊടി ദോശയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.